നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മദ്രസ ബോർഡ് നിർത്തലാക്കിയ ഉത്തരാഖണ്ഡ് സർക്കാർ സംസ്ഥാനത്തെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇനി മുതൽ ഒരൊറ്റ നിയന്ത്രണ അതോറിറ്റിക്ക് കീഴിലാക്കി. ഇന്ത്യയിൽ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ബുധനാഴ്ചയാണ് ഉത്തരാഖണ്ഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ 2016 ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമവും 2019 ഉത്തരാഖണ്ഡ് നോൺ ഗവൺമെൻറ് അറബിക് ആൻഡ് പേർഷ്യൻ മദ്രസ അംഗീകാര ചട്ടങ്ങളും റദ്ദാക്കപ്പെട്ടു. പുതിയ നിയമപ്രകാരം ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് അതോറിറ്റി ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ മതവിഭാഗങ്ങൾ നടത്തുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇനി ഈ അതോറിറ്റിയാണ് നിയന്ത്രിക്കുക. ബുധനാഴ്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പുതിയ അതോറിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ഐഡന്റിറ്റിയെ ബാധിക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമല്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ അവരുടെ സാംസ്കാരിക വേരുകളായി ബന്ധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ശാസ്ത്രം, ഗണിതം, കമ്പ്യൂട്ടർ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം എന്നിവയിൽ വൈദഗ്ധ്യമുള്ളവരായി മാറുന്നു എന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ NCERT പാഠപുസ്തകങ്ങൾ സംസ്ഥാന സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് ദി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. സാമ്പത്തിക ശാസ്ത്രം, മനഃശാസ്ത്രം, നിയമം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, കുമയൂൺ സർവകലാശാലയിലെ വിരമിച്ച ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ, 2 സാമൂഹ്യ പ്രവർത്തകർ, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ, സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിൽ, മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടർ എന്നിവരടങ്ങുന്ന 12 അംഗങ്ങളാണുള്ളത് പുതിയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അതോറിറ്റി. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുക, അക്കാദമിക് പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുക, വിദ്യാഭ്യാസ നിലവാരം നിരീക്ഷിക്കുക എന്നിവയാണ് ഈ സമിതിയുടെ ചുമതലകൾ. പുതിയ സംവിധാനത്തിന് കീഴിൽ എല്ലാ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 ഘട്ടങ്ങളായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ അഫിലിയേഷനും ഒപ്പം പുതിയ അതോറിറ്റിയുടെ അംഗീകാരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അംഗീകാരത്തിന് 3 അക്കാദമിക് വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. അതിനുശേഷം സ്ഥാപനങ്ങൾ ഇത് പുതുക്കാൻ അപേക്ഷിക്കണം. 2025 ഓഗസ്റ്റിലാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഈ പുതിയ നിയമം പാസാക്കിയത്. അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച കർശന നടപടികൾക്ക് പിന്നാലെയാണ് ഈ നിയമം വന്നത്. 2025 മാർച്ചിൽ വിദ്യാഭ്യാസ വകുപ്പിലോ മദ്രസ ബോർഡിലോ രജിസ്റ്റർ ചെയ്യാത്ത 136 മദ്രസകൾ ഉത്തരാഖണ്ഡ് സർക്കാർ പൂട്ടി മുദ്ര വെച്ചിരുന്നു. അക്കാലത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഉത്തരാഖണ്ഡിൽ ഏകദേശം 452 രജിസ്റ്റർ ചെയ്ത മദ്രസകളും രജിസ്ട്രേഷൻ ഇല്ലാത്ത 100 കണക്കിന് മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. 1 വർഷത്തിന് ശേഷമാണ് പുതിയ നീക്കവും എത്തിയിട്ടുള്ളത്.